ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ കാണുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും ചക്ക വേവിക്കാൻ അറിയാത്തവരുണ്ടോ എന്ന്. അല്പം ലോജിക്കുള്ളവർക്ക് ഒരു വീഡിയോയും കാണാതെ ആക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ. എന്നാൽ ആ ധാരണ തെറ്റാണ്. എന്നെപ്പോലെ ആദ്യം അടുക്കളയിൽ കയറുമ്പോൾ മാറി നിന്ന് യൂട്യൂബ് തപ്പുന്നവർക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നു. അരിഞ്ഞു വെച്ച ചക്ക അപ്പച്ചെമ്പിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അരപ്പിലിട്ടാലും മതിയാകും. പിന്നെ ജാമ്പവാന്റെ കാലത്തെ നമ്മുടെ അപ്പച്ചെമ്പ് അങ്ങ് അടച്ചു വെച്ച് വേവാൻ വേണ്ടി അനുവദിക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് കാന്താരി, ചെറിയുള്ളി ആയിരുന്നു വേണ്ടത്. ഇവിടെ തീർന്നു പോയതുകൊണ്ട് മാത്രം സവോളയുടെ ചെറിയൊരു കഷ്ണമാണ് എടുത്തത്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഒരു അര സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് ഇത് മാത്രം നന്നായി അരച്ചെടുക്കുക. കല്ലിലരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളത്. നമുക്ക് പിന്നെ പണ്ടേ മടിയായതുകൊണ്ട് ആ പണിക്ക് നിൽക്കില്ല. ശേഷം തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക. നന്നായി അരച്ചേക്കല്ലേ. പിന്നെ ചക്കയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല എങ്കിൽ ഇപ്പോഴാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ശേഷം പകുതിയിലധികം വെന്ത ചക്കയുടെ മേലെ അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ആവി കയറ്റിയ ശേഷം നന്നായി ഇളക്കി മറിച്ച് കുട്ടപ്പനാക്കി എടുക്കാം. കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, ഓപ്ഷനിലാണ്. എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കാറില്ല. ഞാനിതിൽ ഒരു സാധനത്തിൻ്റെയും അളവ് പറയുന്നില്ല, കാരണം അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. ചിലർക്ക് എരിവ് കൂടുതൽ വേണ്ടി വരും. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ അളവ് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു കാന്താരി ചമ്മന്തി കൂടി ആയാൽ പൊളിക്കും. നോമ്പുകാലം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിക്കനും ബീഫൊക്കെ ചേർത്ത് ഒരു പിടി പിടിച്ചാൽ വേറെ ലെവലാണ്. ഞാനിന്ന് ചക്കപ്പുഴുക്ക് ആക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.